ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ ഈ ഒരു മെസ്സേജ് ആരംഭിക്കുന്നത് ഒരു ചെറിയൊരു കഥയിലൂടെയാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ കുറച്ച് പേര് കർത്താവിലേക്ക് നയിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ കർത്താവിലേക്ക് വന്നപ്പോൾ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, ഭവനത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്നെങ്കിലും ആ വ്യക്തി ദൈവത്തെ ആരാധിക്കാനും കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യാനും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വ്യക്തിയെ ഈ വിശ്വാസത്തിൽ താങ്ങി നിർത്താൻ ബാധ്യതയുള്ള വ്യക്തികൾ അവരോട് പറയാണ്, നിങ്ങൾ സുവിശേഷ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. അങ്ങനെ ആ വ്യക്തി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വിളി എല്ലാവർക്കും ഉണ്ട്. ആ വ്യക്തിക്കും ദൈവത്തിൻ്റെ വിളിയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും സുവിശേഷ പ്രവർത്തനത്തിൽ അവരേർപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരു ചെറിയൊരു കൂട്ടായ്മ സ്ഥാപിക്കാനായിട്ട് ഇടയായി തീർന്നു. അതും ഹിന്ദുക്കൾ വളരെയധികമുള്ള ഒരു സ്ഥലത്ത്. അങ്ങനെ ആ കൂട്ടായ്മ വർദ്ധിച്ചു വന്നപ്പോഴത്തേക്കും ഈ കൂട്ടർ, ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിച്ച വ്യക്തികളിൽ പെടുന്ന കൂട്ടർ, അവനെ താങ്ങി നിർത്തേണ്ടവർ, അവനെ സഹായിക്കാനായിട്ട് എന്നുള്ള ഭാവത്തിൽ അവിടെ വന്നു. ആ വ്യക്തിയെ സഹായിച്ചു. ആ വ്യക്തിയുടെ ആ കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പല രീതിയിലുള്ള ടെൻഷൻസ് സമൂഹത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പഴയ കൂട്ടുകാരിൽ നിന്നും ആ വ്യക്തിക്കുണ്ടായെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടമാണല്ലോ ഏറ്റവും വലുത്. ദൈവത്തെ നോക്കിയാണല്ലോ ഇറങ്ങിയത്. ദൈവം ലജ്ജിപ്പിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോയി. ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത, ആരെയും ഉപദ്രവിക്കാത്ത ഒരു വ്യക്തിയെ ഈ നമ്മുടെ ഭാരതത്തിൽ ആരും ഉപദ്രവിക്കാനാണ് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സഹായിക്കാൻ വന്നവർ തന്നെ ചില പ്രശ്നങ്ങൾ ആ കൂട്ടായ്മയ്ക്കകത്തുണ്ടായപ്പോൾ എല്ലാവരും കൂടെ അവന് പാര പണിയുകയും അവൻ നടത്തിക്കൊണ്ട് പോകുന്ന ആ സുവിശേഷ പ്രവർത്തനത്തെ മുഴുവനായും നിർത്തേണ്ടി വരത്തക്ക രീതിയിൽ അതിനെ സ്പ്ലിറ്റാക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷവും ആ വ്യക്തി തിരിച്ച് ഉപദ്രവിക്കാനോ ഈ ആരൊക്കെയാണ് ഉപദ്രവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും അവരെ ഉപദ്രവിക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ അവൻ തുനിഞ്ഞില്ല. ദൈവസന്നിധിയിൽ അവൻ ആശ്രയിച്ചു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീയാണ് എന്നെ വിളിച്ചത്, നീ വിശ്വസ്തനാണ്, നീ എനിക്ക് കഴിവ് തന്നതുകൊണ്ട് എനിക്ക് ഈ കൂട്ടായ്മയിലേക്ക് അനേകം പേരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. നീ എനിക്ക് തന്ന സമയം വരെയും ഈ കൂട്ടായ്മയെ നന്നായി പരിപാലിക്കാനായിട്ട് നീ എനിക്ക് കഴിവും തന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ കൂട്ടായ്മ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തി ആ കൂട്ടായ്മ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അതിൽ നിന്ന് വിട്ടിറങ്ങി. എന്നാലും അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ആരെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ, പ്രയാസത്തിലാണെങ്കിൽ അവരോട് സഹതപിക്കുകയും
തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ അവരെ അനുഗ്രഹിക്കുകയും ആരൊക്കെ അവനെ ഉപദ്രവിച്ചോ അവരോടൊക്കെ ക്ഷമിക്കുകയും ചെയ്ത് മറ്റുള്ളവരെ അനുഗ്രഹിച്ചും കൊണ്ട് അവൻ മുന്നോട്ട് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യക്തി ഒരു വേറെ ദിശയിൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ തിരിയുവാനായിട്ടിടയായി. ആ വ്യക്തി ചില പഠനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ആ പഠനങ്ങളിൽ അവൻ മുന്നേറുകയും അവിടെ നല്ല സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഈ പഴയ കൂട്ടായ്മയിലുള്ളവർക്കും ഈ പണ്ട് അവനെ ഞങ്ങളാണ് വിശ്വാസത്തിലേക്ക് നടത്തിയത് എന്ന് പറഞ്ഞ് പിന്നീട് അവൻ്റെ പേര് നശിപ്പിക്കുകയും അവൻ്റെ ശുശ്രൂഷ നശിപ്പിക്കുകയും ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ എല്ലാവരും സഖ്യം ചേർന്ന് വീണ്ടും ആ വ്യക്തിക്ക് പുറകിൽ നിന്ന് പാര പണിയാനായിട്ട് തുടങ്ങി. ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തത് അവൻ ഏത് ഇടത്താണോ തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമൂഹത്തോടുള്ള ബന്ധത്തിലാണ്. കാരണം അവരൊക്കെ പഴയ ക്രിസ്ത്യാനികളാണ്, അവർക്കെല്ലാവരെയും അറിയാം, എല്ലാവർക്കും തമ്മിൽ ബന്ധമുണ്ട്. ഒരു വ്യക്തിയെ പറ്റിയിട്ട് അപവാദം പറയാനോ പരത്താനോ ഇങ്ങനെയുള്ള വലിയ ആളുകൾക്ക് അധികം പ്രയാസമൊന്നുമില്ല, അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞ് പരത്തി അവൻ്റെ കൂടെയുള്ള സഹപാഠികൾ വരെ അവൻ വളരെ മിടുക്കനാണ് ക്ലാസ്സിൽ, ഒരുപക്ഷെ ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡൻ്റ് ആയിരിക്കാം, എങ്കിലും അവൻ ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ അവനെപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമായിരിക്കുമോ എന്ന് ചിന്തിച്ച് അവനെ പതുക്കെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഉപേക്ഷിക്കാനും തുടങ്ങി. സഹപാഠികൾ മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരും പ്രൊഫസർമാരും വലിയ തലത്തിൽ ഉന്നത തലത്തിലുള്ള ആളുകളൊക്കെ അവനെ പതുക്കെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവന് വളരെ വിഷമം തോന്നിയെങ്കിലും ഇവരോടൊക്കെ പ്രതികരിച്ചിട്ട് എന്താ കാര്യം, ഇവരൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യരല്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരോട് സംസാരിക്കുമെന്ന് വിശ്വസിച്ച് അവൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തതായിട്ട് അവൻ്റെ കുടുംബം അവനൊരു നല്ല ജീവിതം നയിക്കുന്നു, എല്ലാവരുടെയും ഇടയിൽ നല്ലൊരു മാനപാത്രമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അവൻ്റെ സമൂഹത്തിലാണെങ്കിലും നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു എന്നത് കണ്ടിട്ട് ഈ പഴയ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവരെല്ലാവരും കൂടെ പിന്നെ ഒത്തുചേർന്നു തീരുമാനമെടുത്തു അവനെ നശിപ്പിച്ച് തന്നെ ബാക്കി കാര്യം. അങ്ങനെ അവനെ പറ്റി കുറേ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു, അവൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു, അവൻ്റെ ഭാര്യ വീട്ടുകാരെ അവനെതിരാക്കി, അവൻ്റെ ഭാര്യയെ അവനെതിരാക്കി. അവസാനം അവൻ്റെ കുടുംബജീവിതം തകർന്നുപോയി. ആ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തി ആ ഒരു സമയത്ത് ചിന്തിച്ചത്, ദൈവമേ ഇതിനാണോ നീ എന്നെ വിളിച്ചത്, നിന്റെ നാമം ദുഷിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് ആണല്ലോ പല സഭകളിലെ മൂപ്പന്മാരും പുരോഹിതന്മാരും അടക്കം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മദ്യപാനം ഉപേക്ഷിച്ചു, ടൊബാക്കോ ഉപേക്ഷിച്ചു, ലോകപരമായിട്ടുള്ള വഴികൾ സിനിമയടക്കമുള്ളവ ഉപേക്ഷിച്ചു. അങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെയാണല്ലോ എനിക്ക് വന്നത് എന്നവൻ ചിന്തിക്കാനായിട്ടിടയായി. എന്നാലും ആദ്യം അവൻ ചെയ്തത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ കരയുന്നത് പലപ്പോഴും നമ്മളൊരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇമോഷണൽ വീക്ക്നെസ് ആയിട്ടാണ് ആളുകൾ കരച്ചിലിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ മോശെ ഏറ്റവും മെച്ചുവറായിട്ടുള്ള യഹൂദന്മാരുടെ നേതാവ്, ഇരമ്യാവ് ഏറ്റവും മെച്ചുവറായിട്ടുള്ള യഹൂദന്മാരുടെ ഇടയിലുള്ള പ്രവാചകൻ,
കർത്താവായ യേശു ക്രിസ്തു, ദൈവം ദേഹരൂപമെടുത്ത് ലോകത്തിൽ വന്ന ആ മനുഷ്യൻ, ഇവരെല്ലാവരും കരഞ്ഞിട്ടുണ്ട്. അവർ കരഞ്ഞത് മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ. എന്തു ചെയ്യണം എന്നറിയാത്ത ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുന്നതിന് പകരം, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് പകരം, മറ്റുള്ളവർക്കെതിരെ പാര പണിയാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിന് പകരം ഇവരൊക്കെ ചെയ്തത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. അവരുടെ ബേർഡൻ മുഴുവനും, അവരുടെ ഭാരം മുഴുവനും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ ഭാരം യഹോവയ്ക്ക് മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഇത് ദൈവത്തിന് വചനമാണ്. നമ്മൾ ഈ സ്വയം നീതിയെപ്പറ്റിയും വ്യാജനീതിയെപ്പറ്റിയും ക്രിസ്തു നീതിയെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൻ്റെ ഇൻട്രിക്കസീസിനകത്ത് നമ്മളിരിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. തകർന്നും നുറുങ്ങിയ ഹൃദയത്തെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ദാവീദ് തെറ്റ് ചെയ്തിട്ടും അവൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ റിസ്റ്റോർ ചെയ്തു. അപ്പോൾ തെറ്റ് ചെയ്യാത്തവനെ എത്ര അധികം. മോശയ്ക്കെതിരെ എല്ലാവരും തിരിഞ്ഞു. അവർ പറഞ്ഞു, മോശയാണോ ഈ ലീഡർഷിപ്പിന് യോഗ്യൻ? ഞങ്ങൾക്കും യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർ മോശയെ ചലഞ്ച് ചെയ്തപ്പോൾ, എന്ന് വെച്ചാൽ കഷ്ടകാലം വന്നപ്പോഴൊക്കെ മോശ വേണം, കഷ്ടകാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ലീഡറാണ്, അവർക്ക് നേതാവാണ്. ആ സമയത്ത് ആരാണ് ഇവനെ നേതാവാക്കിയത്? ആ ദൈവത്തോട് മോശ പ്രാർത്ഥിച്ചു. ദൈവം ഭൂകമ്പം അയച്ച് മോശയ്ക്കെതിരെ നിന്ന ആ വ്യക്തികളെയെല്ലാം ഭൂമി വിഴുങ്ങിക്കളയുവാനിടയായത്. ഭൂകമ്പം എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ടാണ് ചില ആൾക്കാർ ഇന്ന് വ്യാഖ്യാനിക്കുന്നത്, അവരുടെ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട്. പക്ഷെ ഭൂകമ്പം ദൈവക്രോധമാണ്, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അടയാളമാണ്. ദൈവം അയക്കുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് ഞാൻ പറയാം, എല്ലാ ഭൂകമ്പമല്ല. ഇതേമാതിരി കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിക്കുന്ന സമയത്ത് പരിഹസിച്ച്, ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് ആ ക്രൂശിന് മേലിൽ അവനെ രാജാവായി അവർ പ്രഖ്യാപിക്കുന്ന സമയത്ത്, നീ മശിയാണ്, നീ രാജാവാണ്, നീ ക്രിസ്തുവാണ് എങ്കിൽ, മെഷിയ ക്രിസ്തു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രാജാവ് എന്നാണ്, നീ രാജാവാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് അവർ പറയുന്ന സമയത്ത് അവരുടെ ആ ധാർഷ്ട്യവും അവരുടെ ആ അഹങ്കാരവും അവരുടെ ആ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും കയ്പും ഒക്കെ കണ്ടിട്ട് ദൈവത്തിന് കോപം. അപ്പോഴാണ് അവിടെ ഭൂകമ്പം ഉണ്ടായത്. ദൈവം മുഖം മറച്ചത് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലല്ല. യേശു അവൻ്റെ ആത്മാവിനെ കർത്താവിന് ഫലമേൽപ്പിച്ചില്ലേ? കർത്താവിന് അവൻ്റെ ആത്മാവിൽ നിന്ന് മുഖം മറയ്ക്കാനായിട്ട് സാധിക്കുമോ? യേശു പിതാവുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ആ സമയത്തും നീ എന്നെ കൈവിട്ടു എന്ന് തോന്നുന്ന സാഹചര്യമാണെങ്കിലും ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവമാനം അലക്ഷ്യമാക്കി ആ നിന്ന് അവൻ സഹിക്കുകയാണ്. അവനറിയാം മുന്നോട്ട് ഇതേപോലത്തെ ആളുകളൊക്കെ അവരുടെ ശാപം മാറി, മരണം മാറി, ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ വാഴും. കാരണം അവനും ഉയർത്തെഴുന്നേക്കാൻ പോവാണ്. അവൻ അവരോടൊക്കെ ക്ഷമിച്ച് അവൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. കർത്താവ് മോശയ്ക്കെതിരെ തിരിഞ്ഞ ആളുകൾക്ക് ഭൂകമ്പം കൊടുത്തെങ്കിൽ യേശുവിനെ ക്രൂശിച്ചവർക്ക് അതിനേക്കാളും വലിയ ഭൂകമ്പമാണ് കൊടുത്തത്. അതിന് ചരിത്രം സാക്ഷിയാണ്. എന്നാലും ചില ആളുകൾ ഇതൊക്കെ ബൈബിളിൽ ഉണ്ടായിട്ടും ഒരു ദൈവപൈതലിനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് മടിക്കാത്ത, പരീശന്മാരാകാനും ഹെരോദാവാകാനും മടിക്കാത്ത, പീലാത്തോസ് ആകാനും മടിക്കാത്ത, ഇതിനൊക്കെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ വന്ന അന്ത്യം വളരെ മോശമാണ്. ഇതൊന്നും ആവാൻ മടിക്കാത്ത ധാർഷ്ട്യവും അഹങ്കാരവും വെറുപ്പും നിറഞ്ഞവരാണ്, പക നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവപൈതലും അന്ന്
മോശയെ പോലെ കർത്താവിനെ പോലെ